പ്രശ്നങ്ങൾ കുറയണമെങ്കിൽ നമുക്കറിയാം, അഴുക്കുള്ളിടത്തൊക്കെ അണുക്കളുണ്ടാകും, ഇല്ലേ? അതുപോലെ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ അഴുക്കാണ് ഞാൻ എന്ന ഭാവം, എൻ്റേതെന്ന ഭാവം. ഈ ഞാൻ എൻ്റെ എന്നുള്ള അഹംഭാവം, ഈഗോയിൽ നിന്നാണ് മറ്റണുക്കളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ഈ അഴുക്ക് മാറ്റിയാലേ അണുബാധയിൽ നമുക്ക് മുക്തമാക്കാൻ പറ്റൂ. അതിനെന്ത് ചെയ്യണം? ഞാൻ എൻ്റെ എന്ന അഴുക്കുന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ വരേണ്ടത് ഒരു ട്രസ്റ്റി മനോഭാവമാണ്. ഒരു സൂക്ഷിപ്പുകാരന്റെ മനോഭാവത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തത്, നമുക്ക് എപ്പോഴും ഒരു ബോസ്, സർവശക്തിവാനെ നമ്മൾ ബോസിന്റെ സ്ഥാനത്ത് കാണുക, ഉടമസ്ഥനായി കാണുക. ഈ രണ്ട് ഭാവം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, സ്വയം ട്രസ്റ്റിയാണെന്ന മനോഭാവവും ഉടമസ്ഥന്റെ സ്ഥാനത്ത് സർവശക്തിവാനെയും നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ എൻ്റെ ഈ രണ്ട് അഴുക്കുകൾ കുറയാൻ തുടങ്ങും. ഈ അഴുക്കുകൾ കുറഞ്ഞാൽ തന്നെ അണുക്കൾ കുറയും. അണുക്കൾ കുറയുക അർത്ഥം പ്രശ്നങ്ങൾ, വിഘ്നങ്ങൾ, തടസ്സങ്ങള്, പ്രതിസന്ധികള്, ഇതിന്റെ എണ്ണം കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ജീവിതത്തില് ഓരോ നിമിഷത്തിലും ഓരോ കാര്യത്തിലും ഞാൻ എൻ്റെ എന്ന ഈഗോ മാറ്റി ഒരു ട്രസ്റ്റി മനോഭാവവും, അതേപോലെ ചെയ്യിപ്പിക്കുന്ന ആള് ഈശ്വരനാണ്. ഈശ്വരൻ ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എൻ്റെ വീട്, എൻ്റെ കടമ, എൻ്റെ കുട്ടി, അവിടെയെല്ലാം ഭഗവാന്റെ വീട്. ഷോപ്പാണെങ്കിലും ഈശ്വരന്റെ, ഓഫീസാണെങ്കിലും ഈശ്വരന്റെ, മക്കളാണെങ്കിൽ ഈശ്വരന്റെ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച കാര്യം. ഒരു ഹയസ്റ്റ് അതോറിറ്റിക്ക് മുന്നിൽ, ഓൾമൈറ്റി അതോറിറ്റിക്ക് മുന്നിൽ നമുക്കൊരു സറണ്ടറിങ്, സമർപ്പണ മനോഭാവം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈഗോയും സറണ്ടർ ആകും. അതോടുകൂടി ഞാൻ എൻ്റെ എന്ന അഴുക്കില്ലാതാകുകയും അതിൽ നിന്നുണ്ടാകുന്ന അണുക്കള്, പ്രശ്നങ്ങളാകുന്ന അണുക്കള് കുറയുകയും ചെയ്യും.